ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര അവരെല്ലാവരും അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. കാരണം തെറ്റ് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, എന്നോട് നിങ്ങൾ തെറ്റ് ചെയ്തു, ഇനി എൻ്റെ കൺമുന്നിൽ വന്നു പോകരുത്, പെട്ടെന്ന് തന്നെ കൂടും കുടക്കിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോളാൻ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിവേക് വരുന്നുണ്ട്. എന്തായി, മമ്മിയോട് കാര്യങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞു, പക്ഷേ അമ്മയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഞങ്ങളോട് ഇറങ്ങിപ്പോവാനായിട്ട് പറയുന്നു, ഇനി ഇവിടെ നിൽക്കണ്ട എന്നാ പറയുന്നത്. ഞാൻ വന്നതിന് ശേഷം തന്നെ നിങ്ങൾക്ക് സംസാരിച്ചാൽ മതിയായിരുന്നു. എന്തായാലും മമ്മി കുറച്ച് വയലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ശരി, ഞാൻ ചെന്നിട്ട് സംസാരിക്കാം, നിങ്ങളും കൂടെ വായോ എന്ന് പറയുന്നു. മമ്മി എന്തിനാ ഇവരെ ഇറക്കി വിട്ടത്? പിന്നെ തെറ്റ് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല എന്ന് നിനക്കറിയുന്നല്ലേ? ഇവരെന്നോട് കള്ളം പറഞ്ഞു, ആ കള്ളം ഞാൻ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അഞ്ചു കല്യാണം കഴിച്ചു, 6 മാസം മുന്നെയാണ് അവൾ കല്യാണം കഴിച്ചത്. അവിടെ വീട്ടിലെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് വിവാഹം ചെയ്ത പയ്യനൊപ്പം ഇറങ്ങി വന്നവളാണ്. അപ്പോഴത്തേനും ഇവിടെ ഒരു വീടിന് വേണ്ടിയിട്ട് അവർ ഒന്ന് കള്ളം മറച്ചു വെച്ചു. അത് ഇത്ര വലിയ തെറ്റാണോ മമ്മി? അത് തെറ്റ് തന്നെയാണ്. ഇവർക്ക് സ്വന്തം കാര്യം പറഞ്ഞാൽ പോരെ? ഇതിൽ മമ്മിയെ ഒന്നും ചതിച്ചിട്ടില്ലല്ലോ അവർ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോഴത്തേനും പിന്നല്ലാണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ചാൽ ഇവർ പറയുന്നതെല്ലാം തന്നെ പച്ചക്കള്ളം തന്നെ ആയിരിക്കില്ലേ? അപ്പോഴത്തേനും അഞ്ച് വന്നിട്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റി, പക്ഷേ ഇവരൊന്നും ഇതിൽ ബലിയാടാക്കാൻ പാടില്ല, കാരണം ഇവർക്ക് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആൻറ്റി ക്ഷമിക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അവസാനം വസുന്ധര അവരോട് ക്ഷമിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെയൊക്കെ പൊതു ശത്രുവായിട്ടുള്ള ഹരിതയാണ് അവളെ ആ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്, രാഹുലിൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കാതെ. ഇപ്പം മമ്മിക്ക് മനസ്സിലായോ? അവൾ നമ്മുടെ എല്ലാവരുടെയും ശത്രുവാണ്, അവളെ ഒതുക്കണം. അതിന് വേണ്ടിയിട്ട് അഞ്ജുവിനെ അങ്ങനെ അവളെ നമുക്ക് ഒതുക്കണം മമ്മി എന്ന രീതിയിലൊക്കെ വിവേക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നീ എന്നോട് കള്ളം മറച്ചു വെച്ചിട്ടാണ് എനിക്ക് ഇത്ര ദേഷ്യം. പിന്നെ ഹരിതയുടെ കാര്യം അത് ഞാൻ അവൾക്കിട്ട് കൊടുത്തോളാം. അതിനുശേഷം തന്നെ എല്ലാവരോടും ഒരു വാക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ വസുന്ധര. ആരും തന്നെ ഇനി എന്നോട് കള്ളം പറയരുത് എന്ന രീതിയിലൊക്കെ, ഇനിയൊരു കാര്യവും എന്നോട് മറച്ചു വെക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നിങ്ങളെ എനിക്ക് മക്കളെ പോലെയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചെറിയൊരു തെറ്റ് ചെയ്താലും എനിക്ക് അത്രയും ദേഷ്യം വരുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നല്ല രീതിക്ക് ഉണ്ടാവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നിങ്ങളെല്ലാവരും ചെന്നോളൂ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വീണ്ടും രാഹുലിനെയും മൃദുലിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്ന് അഞ്ചു അവിടെ പോയിട്ട് ആൻറ്റിയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലേ? എന്തൊക്കെ ആയിട്ടുണ്ടാവുമോ? എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴാണ് അവിടെ 2 ഗുണ്ടകളെ കാണുന്നത്. ഇവർ ഇന്നലെ മുതൽ എന്നെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേനും എന്തോ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ ഹരിത പറഞ്ഞയച്ചതാണെങ്കിലോ, ഇവർ നമുക്ക് ഫോളോ ചെയ്താലോ. അങ്ങനെ ബൈക്ക് എടുക്കാൻ നോക്കുന്ന സമയത്ത് അവർ രക്ഷപ്പെടുന്നു. മൃദുൽ പറയുന്നുണ്ട്, എടാ അതിനൊന്നും പോണ്ട, നീ ഇപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യുക എന്ന രീതിയിൽ. ആ സമയത്ത് അഞ്ജു രാഹുലിനെ വിളിക്കുന്നുണ്ട്. അഞ്ജു വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ സംസാരിച്ച് നോക്കട്ടെ, വേഗം ഫോൺ എടുക്കുക, അവിടുത്തെ വിശേഷം എന്തായെന്ന് അറിയാലോ. അങ്ങനെ തന്നെ ഞാൻ എങ്ങനെയോ ആൻറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻറ്റിക്ക് രാഹുലിനെ കാണണം എന്നാണ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴെനിക്ക് സമാധാനമായി. ആ രാഹുലിനിപ്പോൾ സമാധാനമായി. ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ട് അവിടെ ജീവിച്ചതെന്ന് തനിക്കറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അങ്ങനെ എന്നാൽ ശരി, ഞാനിപ്പോൾ തന്നെ അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തിയിരിക്കുക എന്ന് പറയുന്നു. വിവേക് തക്ക സമയത്ത് ഇവിടെ എത്തിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. ആൻറ്റി ഒന്ന് തണുപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താടോ, ഒരു വയനാട് പോയി വന്നതിന് ശേഷം വീണ്ടും മനസ്സിൽ വിവേകിനോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെയൊന്നും അല്ല, പിന്നെ ആ വയനാട് പോയപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, തൻ്റെ മുഖത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവും. എന്താണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. വയനാട് പോയപ്പോൾ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, അതെന്താണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വഴി തെറ്റി, അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ആ സമയത്ത് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ ആ സത്യം തുറന്ന് പറയുന്നുണ്ട്. വിവേക് എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് താനെന്താണോ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ശിവയുടെ ആണ് വിവേക് എന്നുള്ളതാണ്. അവൾ വിവേകിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതിനിടയിൽ ഒരു കട്ടുറുമായിട്ട് ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഓ അതാണോ ഇപ്പോൾ കാര്യം, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ചു വിടുന്നു കേട്ടോ. അഞ്ചുവിന് മനസ്സിലായി വിവേകും വർഷയും സ്നേഹത്തിലാണെന്നുള്ളത്. പിന്നെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന വർഷയുടെ അടുത്തേക്ക് വിവേക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ വിവേകിനെ ആലോചിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു.
എന്താ താൻ ആലോചിച്ചത്? അല്ല, വസുന്ധര ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചല്ലോ. ആൻറ്റി ആൻറ്റിക്ക് ഇപ്പോൾ ഞങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായല്ലോ ആണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്നെ ഇഷ്ടമാണെന്നുള്ളത് തന്നെ ഇഷ്ടമാണ്. ഞാൻ തന്നോട് എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ അഭിപ്രായം എന്താണ്? തനിക്ക് ഇഷ്ടമല്ല എന്നാണോ അതോ ഇഷ്ടമാണെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നോട് ചോദിക്കരുത്. പിന്നെ അതുപോലെ തന്നെ വിവേക്, ശിവയാണ് വിവേകിൻ്റെ പെണ്ണ്. വിവേക് ശിവയ്ക്കുള്ളതാണെന്ന് പറയുന്നു. ആ സമയത്ത് വർഷയുടെ മുഖം പൊത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഇനി മേലാൽ അങ്ങനെയൊന്നും സംസാരിക്കരുത്, വിവേക് വർഷയ്ക്കുള്ളതാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വർഷയ്ക്ക് പിന്നെയും വിവേകിനോട് സ്നേഹം കൂടുകയാണ്. അതിനുശേഷം തന്നെ ശിവയെ അങ്കിത വിളിക്കുന്നുണ്ട്. ശിവ ഫ്രീ ആണോ? ഫ്രീ ഒന്നുമല്ല, എൻ്റെ എല്ലാ ദിവസത്തെ പണികളെ പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം. പിന്നെ രാഹുൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിരക്കൊഴിയാണെങ്കിൽ ശിവ എന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടോ അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് രാഹുൽ വരുന്നുണ്ട്. രാഹുൽ വന്നതിന് ശേഷം തന്നെ വസുന്ധര കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്തായാലും രാഹുലിൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ ഹരിത പിടിച്ചെടുത്തിരിക്കുകയാണെന്നുള്ളതല്ലേ പറഞ്ഞു വരുന്നത്. അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ അഞ്ജു തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ്. സ്വത്ത് സമ്പാദ്യം ഒന്നും കണ്ടിട്ടായിരിക്കില്ല, പക്ഷേ തനിക്ക് അവളെ പോറ്റാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ പുറത്തിറങ്ങി വന്നത്. പിന്നീട് താൻ അവളെ പുറത്ത് നിർത്തുക തന്നെയല്ലേ ചെയ്തത്? തനിക്ക് ഒരു ജോലിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോലിയൊന്നുമില്ല, വീട്ടിലത്തെ കാര്യങ്ങൾ ഞാനാണ് നോക്കി നടത്തുന്നതെന്ന് പറയുന്നു. എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് തൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ അവനവൻ തന്നെയാണ് നോക്കി നടത്തുന്നത്. തനിക്കൊരു ജോലി വേണം, എന്നാലാണ് ഞങ്ങൾ പെണ്ണിനെ ഒന്ന് തൻ്റെ കൂടെ പറഞ്ഞയക്കുള്ളൂ എന്ന് പറയുന്നു. വിവേക് ചോദിക്കുന്നുണ്ട്, മമ്മി ഞാൻ അവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാം. ആദ്യം നിനക്കൊരു ജോലി വാങ്ങിക്കൊടുക്ക്, അതിനുശേഷം തന്നെ അവന് ജോലി ഉണ്ടാക്കാൻ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, സ്വത്തൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് നല്ലൊരു വക്കീലിനെ കാണാമെന്ന് പറയുന്നു. അതിനെന്തിനാണ് ഈ പുതിയൊരു വക്കീൽ? ഞാനിവിടെ ഉണ്ടല്ലോ ആൻറ്റി എന്ന് പറയുന്നു. അഭിവക്കീലിന് താങ്ങാൻ സാധിക്കുമോ ഇതൊക്കെ? ഞാൻ എന്താ ഇങ്ങനെ കോമഡിയൊക്കെ പറയുന്നെങ്കിലും എനിക്കിതിനൊക്കെ നല്ല കഴിവുണ്ടെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ രാഹുൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളൂ, കാരണം ജോലിയൊക്കെ വാങ്ങിയിട്ട് വന്നാലാണ് ഞങ്ങൾ അഞ്ജുവിനെ തൻ്റെ കൂടെ പറഞ്ഞയക്കുള്ളൂ. അപ്പോൾ തന്നെ അഞ്ജു പറയുന്നുണ്ട്, എനിക്കൊരു ജോലി ഉണ്ടല്ലോ ആൻറ്റി, തനിക്ക് ജോലി ഉണ്ടായിട്ട് പോലെ ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന് പറയണോ? പറ്റില്ല, അത് നടക്കില്ല. അവനൊരു ജോലി വാങ്ങട്ടെ, എന്നിട്ട് അവളുടെ കൂടെ പോകാമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അഞ്ജു പൊട്ടിക്കരയുന്നുണ്ട്. തനിക്ക് ഞാൻ പറഞ്ഞതിപ്പോൾ മനസ്സിലായില്ല അഞ്ജു, കാരണം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. രാഹുലിന് ചായ കുടിച്ചെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. രാഹുൽ പറഞ്ഞയക്കുന്നു. നാണം കെട്ട പോലെ രാഹുൽ ഇറങ്ങി പോകുന്നു കേട്ടോ. ആ സമയത്ത് എല്ലാവരും കൂടി രാഹുലിൻ്റെയും അഞ്ജുവിൻ്റെയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. വിഷമത്തോടു കൂടി കരയുന്നുണ്ട് അഞ്ജു. അതിനുശേഷം തന്നെ വർഷം വയ്ക്കുന്നുണ്ട്, ആൻറ്റി നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്? ഒരു അമ്മ പറയുന്നത് പോലെ തന്നെ ആൻറ്റി പറഞ്ഞത്. ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനൊരു ജോലിയും വേണം, ഒരു വീടോ ഒന്നുമില്ലാതെ രാഹുൽ ചേട്ടൻ നിന്നെ പുലർത്താൻ സാധിക്കില്ല. തനിക്കത് പറയാം, കാരണം ഇൻസൾട്ട് ആയത് രാഹുലാണ്. രാഹുലിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്നാൽ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.